ആദ്യം തന്നെ എല്ലാവർക്കും ഈ പഞ്ഞിക്കാരന്റെ ഒക്കെ ഹാപ്പി വാലന്റൈൻസ്. ഇന്ന് ഞാനും പോയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ട് സ്വന്തം നാട്ടിലൂടെ വാലന്റൈൻസ് ഡേ ആഘോഷം. അടിസക്കെ പഞ്ഞിക്കാരനാണ്. കുറെ നാളത്തെ എന്റെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇന്നെങ്കിലും വരാമെന്ന് ആളൊന്ന് സമ്മതിച്ചത്. 1 മണിക്കൂർ മാത്രമാണ് എനിക്ക് തന്ന സമയം. വേറെ ആരുമല്ല, എന്റെ സ്വന്തം അമ്മയാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇന്ന് എന്റെ കൂടെ 1 മണിക്കൂർ പുറത്തു പോകാൻ സമ്മതിച്ച് കൂടെ വന്നത്. അതും കുറെ നിബന്ധനകളായിട്ടാണ് നമ്മുടെ വാനമ്പാടി നമ്മുടെ ബൈക്കുമ്മ കയറി. എവിടെ പോകണമെന്ന് ആഗ്രഹം ചോദിച്ചപ്പോ സ്വന്തം നാടായ കോട്ടപ്പുറം കോട്ടയെ പോയിട്ട് കപ്പളപ്പെരുന്നാളിന് തിരുക്കുടുംബത്തോട് പ്രാർത്ഥിച്ചിട്ട് വരണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അമ്മ ജനിച്ച് കളിച്ചു വളർന്ന നാടായതുകൊണ്ട് ആദ്യത്തെ ആഗ്രഹം നമ്മ അങ്ങോട്ട് സഫലമാക്കി കൊടുത്തു. ഇന്നും നാളെയും അവിടെ തിരുനാളാണ്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ കാണുള്ളൂ. കൊണ്ടുവരാൻ ഇച്ചിരി പാടുപെട്ടെങ്കിലും ആള് നമ്മുടെ കൂടെ വന്നപ്പോൾ വളരെ സന്തോഷത്തിലാണ്. എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും എനിക്ക് കൂടെ ഉണ്ടാവുന്നത് ഈ അമ്മ മാത്രം. ഞങ്ങളുടെ അമ്മയുടെ ചെറുപ്പകാലം മൊത്തം കോട്ടപ്പുറം കോട്ടലാണ്. അതുകൊണ്ട് ഒരുപാട് ഓർമ്മ നാട് തന്നെയാണ് ഞങ്ങളുടെ കോട്ടം. രണ്ടാമത്തെ ആഗ്രഹം വേറൊന്നുമല്ല, കൈലാസത്തിൽ പോയി ഒരു മസാല ദോശ കഴിക്കണം. അതല്ലാണ്ട് വേറൊന്നും എന്റെ അമ്മ എന്നോട് പറഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള മനുഷ്യരാരെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായിരിക്കും. അവർക്ക് തിരക്കൊഴിഞ്ഞ ഒരു സമയം ഉണ്ടല്ല, കാരണം അത്രത്തോളം പണികളാണ് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ഹാപ്പി, എന്റെ അമ്മ ഹാപ്പി, നിങ്ങൾ ഹാപ്പി. എല്ലാം പറഞ്ഞ പോലെ പഞ്ഞിക്കാരൻ പറഞ്ഞേ സുലാൻ.